السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. عباد الله أوصيكم وإياي تقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പനി ബാധിക്കാത്തവരായി ഒരുപക്ഷെ ആരും ഉണ്ടാവുകയില്ല. ശാരീരികമായി നേരിടുന്ന ആ നിസാരമായ പനി എന്ന അസുഖം നമ്മെ ബാധിക്കുമ്പോഴേക്ക് നാം കഴിച്ചുകൊണ്ടിരുന്നത്ര ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഇനി ആ ഭക്ഷണം കഴിച്ചാൽ തന്നെ എന്താണ് അവസ്ഥ? വായ്ക്ക് രുചി ഉണ്ടാവില്ല, അല്ലേ? വായ്ക്ക് രുചി ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഭക്ഷണം വയറ് നിറക്കുക, അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്നതു മാത്രമായിരിക്കും അവിടുത്തെ, അല്ലെങ്കിൽ ഗുളിക കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊരു പക്ഷേ ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ശരീരത്തിന് അനുഭവിച്ച, നേരിടേണ്ടി വന്ന ഒരു ചെറിയ പ്രയാസത്തിന് ഇത്രയേറെ പ്രയാസങ്ങൾ അതിൻ്റെ പിന്നാലെ അനുഭവിക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആസ്വാദനം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ നിത്യവും നമുക്കുണ്ടാകേണ്ട, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനു പോലും ഈ ഒരു പനി എന്ന നിസാരമായ ശരീരത്തിനെ ബാധിച്ച ആ ഒരു അസുഖം നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയിൽ പോലും ശരിയായൊരു ആസ്വാദനം നൽകാൻ, അല്ലെങ്കിൽ ആസ്വാദനത്തിൽ നിന്ന് തടയുന്ന ഒരു കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ ഗൗരവമേറിയതാണ് നമ്മുടെ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നത്. കുറേ സമ്പത്തോ അല്ലെങ്കിൽ അധികാരങ്ങളോ നല്ല ജോലിയോ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഉയർന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ ജീവിക്കാൻ നല്ലൊരു പാർപ്പിടമോ നല്ല ഭാര്യ, നമ്മുടെ മക്കൾ, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നിർഭയത്വമില്ലെങ്കിൽ പിന്നെ അവൻ്റെ സമ്പത്ത് അവന് ഉപകാരമില്ല. അവൻ്റെ വീട് പോലും, ആ വീടിനുള്ളിൽ കഴിയുന്ന, തൻ്റെ റൂമിനുള്ളിൽ കഴിയുമ്പോൾ പോലും നിർഭയത്വം ഉണ്ടാവുകയില്ല. നമ്മളൊന്ന് ഇന്ത്യയിലിരുന്ന്, അല്ലെങ്കിൽ ഈ മഞ്ചേരിയിലിരുന്ന് ചിന്തിക്കാതെ ഒന്ന് ഗസയിലേക്കിരുന്ന് ചിന്തിക്കണം. അവർ അവരുടെ വീടുകൾക്കുള്ളിലിരുന്നപ്പോൾ പോലും മിസൈലുകൾ വന്ന് ഭവിച്ചു, വീടുകൾ തരിപ്പണമായി. അടുത്ത സമയത്ത് കണ്ട വീഡിയോയാണ്, ഒരു കുട്ടി പാറക്കഷ്ണങ്ങളും അല്ലെങ്കിൽ പൊളിഞ്ഞു വീണ വീടിൻ്റെ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പുറക്കി നോക്കുകയാണ്, ഉമ്മ അടിയിലുണ്ടോന്ന്. എന്നിട്ട് കരയാണ് കുട്ടി. വീട്ടിനുള്ളിലിരുന്ന ആ കുടുംബം മിസൈൽ വന്ന് ഭവിച്ചു, അല്ലെങ്കിൽ തറച്ചു, അതിലൂടെ ബിൽഡിംഗ് തകർന്നു. വീട്ടിനുള്ളിൽ നിർഭയത്വത്തോടുകൂടി എന്ന് കരുതിയവർ പോലും നാമാവശേഷമായി മാറുന്ന സാഹചര്യങ്ങൾ ഇന്ന് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ നിർഭയത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമ്പത്ത് നമുക്ക് യാതൊരു ഉപയോഗവുമില്ല. ഒരു കൊറോണ ബാധിച്ചപ്പോൾ, ഇനി യുദ്ധവും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോണ്ട, ഒരു കൊറോണ ബാധിച്ചു, അല്ലെങ്കിൽ ഒരു ജലപ്രളയം വന്നു,
ഈ വയനാട് തൊട്ടടുത്താണ് നമ്മൾ കണ്ടത് ആ ഒരു ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. അതിൻ്റെ ആദ്യ വീടാണ് ഇന്നലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർമ്മിച്ച് സമ്മാനമായി നൽകിയിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് സ്വത്തോ സമ്പത്തോ അധികാരങ്ങളോ അല്ലെങ്കിൽ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങളോ ഉണ്ടായിരുന്നിട്ടും നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തെ, ലൈഫിനെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയത്ത് പോലും ടെൻഷനായിരിക്കും. അവൻ യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം പേടിയോടുകൂടി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അവൻ ചെയ്യുന്ന ജോലിക്ക് തൃപ്തികരമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കുടുംബ ജീവിതത്തെ പോലും, ലൈംഗികമായ ഭാര്യ ഭർത്താവുമായും ഇണചേരുന്ന സമയത്ത് പോലും ആ ഒരു ആസ്വാദനം ശരിക്കാസ്വദിക്കാൻ സാധിക്കില്ല. അതിനൊക്കെ എന്തു വേണം? നിർഭയത്വമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കനിഞ്ഞരുളിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് നമുക്കുണ്ടായാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, റബ്ബി ജഅൽ ഹാദാ ബലദൻ എന്താണ് ആമിനൻ, നിർഭയത്വം ഉണ്ടാകണം. ഈ നാടിനെ നിർഭയത്വം ഉണ്ടാക്കി തീർക്കണം, ആ നിർഭയത്വത്തിലാക്കി തീർക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. പിന്നീട് അള്ളാഹു എന്താ പറഞ്ഞത്? വമൻ ദഖലഹു കാന ആമിന. അതിലേക്ക് ആരാണോ പ്രവേശിച്ചത് അവർ നിർഭയത്വത്തിലായിരിക്കുന്നു. ഖുറൈശികൾക്ക് അല്ലെങ്കിൽ മക്കക്കാർക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു. വിശപ്പിൽ നിന്ന് അവർക്ക് അവരുടെ ഭക്ഷണം, നല്ല വിഭവമായ ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. എന്നിട്ടോ രണ്ടാമത് എന്താ പറഞ്ഞത്? വആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്താ വേണ്ടത്? അടിസ്ഥാനമായിട്ട് നിർഭയത്വം ഉണ്ടാകണം. വആമനഹും മിൻ ഖൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൃത്യമായ ആ ഒരു നിർഭയത്വം നൽകിയെന്നാണ്. ഒരു കുറഞ്ഞ കാലയളവിലെങ്കിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ NRCയും അതുപോലെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് പല ആളുകളും അസ്വസ്ഥതയായിട്ടുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ദിവസം വരെ എത്തി നിൽക്കുമ്പോൾ ഓരോന്നും പരിശോധിച്ചു നോക്കുമ്പോൾ പല നിലക്കും മുസ്ലിമീങ്ങളെ പേരെടുത്തു പറയാതെ തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് നിസ്കരിക്കാനും, നമുക്ക് നോമ്പ് നോറ്റാനും, നമുക്ക് ഈ ഡ്രസ്സ് ധരിച്ച്, തൊപ്പി ധരിച്ച്, താടി വെച്ച്, നമുക്ക് പർദ്ദകൾ ധരിച്ചുകൊണ്ട് പള്ളിയിൽ പോകാനും നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാനും മുസ്ലിം എന്ന ഐഡന്റിറ്റിയോടുകൂടി ജീവിക്കാനുള്ള ഒരു നിർഭയത്വം അല്ലാഹു നമുക്ക് ഈ നാട്ടിൽ നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ എന്ന് മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. പിന്നെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ നിർഭയത്വം നമുക്ക് അൽഹംദുലില്ലാ നിലവിലെ സാഹചര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? തോന്നിയതുപോലെ ജീവിക്കലാണോ? അല്ലെങ്കിൽ നാടൊഴുകുന്നത് പോലെ ഒഴുകി ജീവിക്കലാണോ? അല്ല. ഈ നിർഭയത്വത്തെ നിലനിർത്തുവാനുള്ള പണികൾ എടുക്കണം. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലഘട്ടം എത്തുമ്പോൾ എൻ്റെ ഉമ്മത്ത് ചപ്പു ചണ്ടികളെ പോലെയായി പോകും. ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടത്തോടെ ഉണ്ടാവും. ഭക്ഷണത്തളികയിലേക്ക് കൈകൾ പോകുന്നത് പോലെ, വിശന്നവൻ്റെ കൈകൾ പോകുന്നത് പോലെ മുസ്ലിമീങ്ങളുടെ നേർക്ക് വരും. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, അവര് കുറഞ്ഞ ആളുകളായതുകൊണ്ടാണോ? അല്ല, കുറഞ്ഞ ആളുകളല്ല, അവർ കസീറുൻ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർ ദീനനുസരിച്ചുള്ള ജീവിതമല്ല, ചപ്പുചണ്ടുകളായി മാറിപ്പോയിട്ടുണ്ട്. ഒരു ഇസ്ലാമിൻ്റെ ഷിആറുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിമാണെന്ന ഒരു പ്രൗഢി നടിക്കാത്ത ആ രൂപത്തിൽ ജീവിച്ച് നടക്കുന്ന ആളുകളാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, സഹോദരന്മാരെ, നിർഭയത്വവും ഈ ദുനിയാവിലെല്ലാം നേടിയവനാര് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. ഒരു മനുഷ്യൻ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമല്ലോ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീറ്റത് നിർഭയത്വത്തോടു കൂടിയാണെങ്കിൽ അവനാണ് ദുനിയാവ് മുഴുവൻ ലഭിച്ചവൻ. തീർന്നില്ല, ഓ മുആഫിൻ ഫീ ജസദിഹി, അവൻ്റെ നല്ല ആരോഗ്യം, അവൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യവും
നല്ല ആഫിയത്തുമുള്ള അവസ്ഥയിലാണെങ്കിൽ അവനാണ് ഈ ദുനിയാവിലെ എല്ലാം നേടിയെടുത്തവനെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല, മൂന്നാമത് പറഞ്ഞു വഇൻദഹു ഖുവ്വത്തു യൗമിഹി, അന്നത്തെ ദിവസത്തിൽ ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിന്റെ വിഭവം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവനാണ് ഈ ദുനിയാവിലെ എല്ലാം നേടിയവനെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ, അവന് ദുനിയാവിൽ നിന്ന് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു. ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ നിർഭയത്വത്തോടു കൂടിയാണ് ഉറങ്ങി എണീക്കുന്നതെങ്കിൽ, അതുപോലെ അന്നത്തെ ദിവസം അവന് ആരോഗ്യമുണ്ടെങ്കിൽ, അന്നത്തെ ദിവസത്തിൽ അവന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനാണ് ഈ ദുനിയാവിലെ എല്ലാം നേടിയവനെന്നാണ്. അല്ലാതെ വലിയ അധികാരമോ വലിയ സമ്പത്തോ ബംഗ്ലാവ് ഉണ്ടാക്കി അതിൽ സുഖലോലുപതനായി കൊണ്ട് കഴിയലോ അതൊന്നുമല്ല ഈ ദുനിയാവിൽ എല്ലാം നേടിയവനെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിർഭയത്വമാണ്, നിർഭയത്വത്തോടുകൂടി ഉറക്കിൽ നിന്ന് എണീക്കാനാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മളൊന്ന് ഈ ഒരു സമയത്തും ആലോചിക്കേണ്ടത് ഗസയെക്കുറിച്ചാണ്. അവരൊന്ന് കിടന്നുറങ്ങുമ്പോൾ പോലും പേടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അവർക്ക് ഉറക്കമുണ്ടോ എന്ന് പോലും പരിശോധിക്കപ്പെടേണ്ട സാഹചര്യങ്ങളാണ്. ഭക്ഷണമില്ലാതെ പട്ടിണികളായിക്കൊണ്ട് കഴിഞ്ഞു കൂടുന്ന സാഹചര്യത്തിലാണ് അവർ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിർഭയത്വവും അവർക്ക് രക്ഷയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒരു വേള നല്ലൊരു വിജയവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ മഞ്ചേരി എന്ന പ്രദേശത്ത് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നത് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ നിർഭയത്വം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞതെന്നറിയോ? തൗഹീദുള്ളവരായി മാറുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി മാറുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തിനോട് ചോദിച്ച ചോദ്യത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹ് പറയാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യത്തെ, എന്തിനാണ് നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങളുടെ വിഷയത്തിൽ ഞാൻ എന്തിനു പേടിക്കണം? എനിക്കെന്ത് പേടിക്കാനുള്ളത്? നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ അഹഖു ബിൽ അംന്, ശരിയായ നിർഭയത്വത്തിൽ ഉണ്ടായിരുന്നവർ ആര് എന്ന് അന്ന് വിലയിരുത്തപ്പെടും. അന്ന് തിരിച്ചറിയുന്ന സമയമുണ്ടാകും. അതുകൊണ്ട് എനിക്കൊന്നിനെയും പേടിക്കാനില്ല, ഒരു ദൈവങ്ങളെയും പേടിക്കേണ്ടതില്ല. എനിക്കെൻ്റെ അള്ളാഹു മതി. എനിക്കെൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ സൃഷ്ടിച്ച ആകാശത്തിനെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിനെ പേടിച്ചാൽ മതി. എനിക്കല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദുർമൂർത്തികളെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞ് അവിടെ എടുത്തു പറഞ്ഞ വാചകമാണ് അഹഖു ബിൽ അംന്. ആരാണ് ശരിയായ നിർഭയത്വത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ തൗഹീദിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിന് ശേഷം എന്താ പഠിപ്പിച്ചത്? ശരിയായ നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹ് പറയാണ്, വിശ്വാസം ശരിയായ നിലയ്ക്ക് സ്വീകരിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവൻ്റെ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്താൽ. സ്വഹാബത്ത് ഈ ആയത്ത് കേട്ടപ്പോൾ പ്രവാചകനോട് ആവലാതി പറയാണ്, റസൂലെ, ആരാണ് ഒരു നിലക്കുമുള്ള അക്രമം പ്രവർത്തിക്കാതിരിക്കുന്ന, ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കുന്ന ആരാണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ സൂറത്തുൽ ലുഖ്മാനിന്റെ മറ്റൊരായത്ത് വെച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് വമ്പിച്ച കൊടിയ പാപമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അംന നൽകാം, നിർഭയത്വം നൽകാമെന്ന് പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർക്കാണ് നിർഭയത്വമുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തൗഹീദ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏലസും ഉറുക്കും കെട്ടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൂച്ച റോഡിൽ കൂടി മറികടന്നാൽ പോലും നിർഭയത്വമില്ല എന്നാണ്.
അവർക്കൊരു പനി ബാധിക്കുമ്പോഴേക്ക് ഏലസ് കെട്ടിയാലേ അവരുടെ പനി പോവുകയുള്ളൂ എന്ന തീരുമാനത്തിലേക്കും ചിന്തയിലേക്കും വിശ്വാസത്തിലേക്കുമാണ് അവർ നീങ്ങിപ്പോകുന്നത്. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുമ്പോഴേക്ക് ഇതാരോ എന്തോ ചെയ്തു വെച്ചതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ തവക്കുലെന്ന ഭാഗത്തെ മാറ്റി നിർത്തി റബ്ബിലേക്ക് തവക്കുലാക്കുന്നതിന് പകരം കബറാളിയിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്ബറയിലേക്ക് അവൻ്റെ തവക്കുലേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്ത് നിർഭയത്വമാണ്! ഞാൻ നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത്, പരപ്പനങ്ങാടിയിൽ നിന്ന് പൂളാപ്പീസിലേക്ക് ജാമ്യയിലേക്ക് വരുന്ന യാത്രയിൽ ഫസ്റ്റ് വണ്ടി, അതായത് 5:45 ബസ് എടുക്കുമ്പോൾ ആ ബസ് മമ്പുറത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മമ്പുറത്തൊന്ന് നിർത്തും. എന്തിനെന്നറിയോ? അന്നത്തെ കളക്ഷൻ ടോപ്പാകാൻ വേണ്ടിയിട്ട്. അവിടെ പൈസ ഇട്ടിട്ടില്ല എങ്കിൽ, കാണിക്ക അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഓട്ടം പോക്കാണെന്നാണ് അവരുടെ വിശ്വാസം. അത്രയേറെ തവക്കുൽ അല്ലല്ലാത്ത ആളുകളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിർഭയത്വമില്ലാതെയായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നിർഭയത്വം എന്നുള്ളത് അത് അല്ലാഹുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏൽപ്പിച്ച തവക്കുലുണ്ടല്ലോ, ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുൻ കഴിഞ്ഞുപോയ ആദം നബി അലൈഹി സ്വലാമുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമുണ്ട്, മൂസ അലൈഹി സ്വലാമുണ്ട്. ഏതു പ്രവാചകനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ തവക്കുലേൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരോടാ തവക്കുലേൽപ്പിച്ചത്? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് സഹായിക്കാമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി വന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചെന്താ? അവിടെയാണ് നമുക്ക് മാതൃകയുള്ളത്. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര വലിയ പരീക്ഷണങ്ങൾ മുന്നിലുണ്ടെങ്കിലും എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ, എൻ്റെ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ, എൻ്റെ ഈ നിർഭയത്വം എനിക്കു നൽകാൻ എൻ്റെ റബ്ബ് മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് ശരിയായ തൗഹീദ് ഉറയ്ക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് ക്ലിയർ ആക്കുക എന്നതാണ്. അല്ലാതെ ഇവിടുത്തെ ഭരണാധികാരി മാറി എന്നതുകൊണ്ട് നിർഭയത്വം നമുക്ക് കിട്ടൂല. അടിസ്ഥാനപരമായി നിർഭയത്വം കിട്ടാനിരിക്കുന്നത് അത് വിശ്വാസികൾക്കാണ്, തൗഹീദുള്ളവർക്കാണ്. തൗഹീദുള്ളവർക്ക് മാത്രമേ നിർഭയത്വം ലഭിക്കുകയുള്ളൂ. അള്ളാഹു അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. അവിടെ എന്താ പറഞ്ഞെന്നറിയോ? ആദ്യം വിശ്വാസമാണ് എടുത്തു പറഞ്ഞത്. ശരിയായ വിശ്വാസമുള്ളവർ, അതുപോലെ തന്നെ അമലു സാലിഹാത്തുകൾ ചെയ്തവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന 3 ഓഫറുകളാണ്, 3 വാഗ്ദാനങ്ങളാണ് ആ ആയത്തിൽ പറഞ്ഞത്. ഒന്നാമത്തത് ആധിപത്യമാണ്. ഒരാളുടെയും മേൽക്കോയ്മ നമുക്ക് മേലുണ്ടാകുകയില്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി. ഫിർഔൻ എത്ര വലിയ ഭരണാധികാരിയായിരുന്നു? മൂസ നബി അലൈഹി സ്വലാമിനെ പല രൂപത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? മൂസ നബി അലൈഹി സ്വലാം വിജയിച്ചിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ നാടും ഭരണാധികാരികളും മുഴുവനും എതിരായി ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. അവിടെ തൗഹീദായിരുന്നു അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. മൂസ നബി അലൈഹി സ്വലാം ഫിർഔനിന്റെ മുമ്പിൽ പെട്ടു എന്ന അവസ്ഥയിൽ മൂസ നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള ആളുകൾ പിറുപിറുക്കുകയാണ്. കടലിപ്പുറത്തും നേരെ മുന്നിൽ ഫിർഔനും. കൂടെയുള്ളവർ പറഞ്ഞു, പെട്ടു മൂസ, ഇനി രക്ഷയില്ല. എന്താ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഇന്ന മഅയ റബ്ബി സയഹ്ദി. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമായിരുന്നു, തവക്കുലിന്റെ പ്രഖ്യാപനമായിരുന്നു മഹാനായ മൂസ നബി അലൈഹി സ്വലാം നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത്. അവിടെയാണ് നിർഭയത്വമുള്ളത്. അവിടെ നിർഭയത്വം നഷ്ടപ്പെട്ട ഒരു വിഭാഗം അവിടെ ഉണ്ടായിരിക്കെ മൂസ നബി അലൈഹി സ്വലാം നിർഭയത്വത്തിന്റെ ഏറ്റവും കൊടുമുടിയിലായിരുന്നു നമുക്ക് മാതൃക കാണിച്ചു തന്നത് എന്നത് ചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുന്നത് നമുക്ക് ആധിപത്യം നൽകുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നിർഭയത്വവും ആധിപത്യവും നൽകിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ആധിപത്യം നൽകും. തീർന്നില്ല, രണ്ടാമത്തത് നമ്മുടെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള നല്ല അവസരങ്ങളെ ഒരുക്കി തരുന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതളാ ലഹും. അവർ തൃപ്തിപ്പെടുന്ന, അവരുടെ മതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ, അവരുടെ മതം ആചരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. മൂന്നാമത്തെ എന്തെന്നറിയോ? ഭയത്തിൽ നിന്ന് നിർഭയത്വം അവർക്ക് നൽകുന്നതാണ്.
വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അല്ലാഹ് പറയാണ്, ഭയത്തിന് ശേഷം അവർക്ക് നിർഭയത്വം നൽകുന്നാണ്. ഒന്നാമത് എന്താ പറഞ്ഞത്? ആധിപത്യം നൽകും. ഒരാൾക്കും നമ്മുടെ മേൽ മേൽക്കോയ്മ നൽകുകയില്ല, ആധിപത്യം നൽകും എന്നാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നിർഭയത്വം അവിടെ നൽകും, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി നൽകും എന്നാണ്. എത്ര നാടുകളിൽ. ഇപ്പൊ ഇന്നലത്തെ വാർത്ത തന്നെ, നമ്മുടെ ഈ കൊച്ചിയിൽ എന്താ ഉണ്ടായത്? കാനറ ബാങ്കിൽ അവിടെയുള്ള ജീവനക്കാർക്ക് എന്തില്ല, ബീഫ് കഴിക്കാൻ പറ്റൂല. ആരാ പറഞ്ഞത്? ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു ജോലിക്കാരൻ. എന്താ അവിടെ ഉണ്ടായി? മുസ്ലിം എന്നല്ല, അമുസ്ലിം എന്നില്ല, മനുഷ്യരുള്ള അവിടെയുള്ള ജീവനക്കാർ മുഴുവനും ഒന്നടങ്കം ഇറങ്ങി പ്രതിഷേധിച്ചു. ബീഫ് കഴിച്ച് പ്രതിഷേധിച്ചു. ആ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധിച്ചു. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ള മതസ്ഥരെ കൊണ്ടും ഫാജിറുകളെ കൊണ്ടുപോലും ഈ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നമുക്കുള്ള അവസരങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരാൽ ഒരുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നമുക്ക് നമ്മൾ തൃപ്തിയടയുന്ന ഈ ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. മൂന്നാമത്തെ എന്തെന്നറിയോ? നമ്മളിപ്പോൾ പേടിക്കുന്നുണ്ടല്ലോ. ആരെ പേടിക്കണത്? ആരെയും പേടിക്കാനില്ല. ഒരു നിലക്കും ഏതൊരു ശക്തിയാണെങ്കിലും ശരി, അവരെ ആരെയും പേടിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുക എന്നതും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാവുക എന്നതുമാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ടായിരിക്കണം ജീവിതം. തൗഹീദുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവൻ്റെ ജീവിതത്തിൽ നിറയെ തിന്മകളാണ്, അല്ലെങ്കിൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ കുറേ പോരായ്മകളുണ്ട്, ഖുർആനിൻ്റെ വരകൾ അനുസരിച്ചല്ല അവൻ്റെ ജീവിതം എങ്കിൽ അവിടെ നിർഭയത്വം നഷ്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹ് പറയാണ്, എൻ്റെ ഹുദ എത്തിക്കഴിഞ്ഞാൽ, എന്താണ് ഹുദ? ഖുർആനാണ്. ആ ഖുർആൻ എത്തിക്കഴിഞ്ഞാൽ, എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ സന്മാർഗം അനുസരിച്ച് കൊണ്ടുള്ള ജീവിതം ആരുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ, എങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവന് പേടിക്കേണ്ടതുണ്ടാവില്ല, അവന് വ്യസനിക്കേണ്ടതുണ്ടാവില്ല, അവന് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ അവൻ അല്ലാഹു സുബ്ഹാനഹു തആല അവസരം നൽകുമെന്നാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നെന്താ അവസ്ഥ? ഖുർആൻ എന്ന് പറയുമ്പോൾ, ഹദീസ് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടല്ലേ എന്ന് പറയുന്ന മക്കൾ വളർന്നു വരുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നമ്മുടെ വീടുകളിൽ പോലും ട്രെൻഡിനെതിരെ പോകുന്ന, ട്രെൻഡിൻ്റെ പിന്നാലെ പോകുന്ന, ആഘോഷങ്ങളുടെ ആഘോഷത്വരകൾക്ക് പിന്നാലെ പോകുന്ന, ഇന്നിപ്പോൾ ഓണത്തിൻ്റെ സീസണാണല്ലോ, ഓണത്തിൻ്റെ ആഘോഷം പൊടിപൊടിക്കുന്ന സാഹചര്യമാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, അതിൽ വരുന്ന വീഡിയോകളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ മുസ്ലിം സമുദായമാണ്. തട്ടമിട്ട സാരി ഉടുത്ത താത്തമാർ, കോളേജ് സ്റ്റുഡൻസുകൾ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ദീന്, നമ്മുടെ സമുദായം? അവിടെയാണ് അല്ലാഹ് പറഞ്ഞത്, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ നിർഭയത്വത്തോടുകൂടി നമുക്ക് ജീവിക്കണോ? അള്ളാഹുവിൻ്റെ ആ ഹുദയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. എന്തുകൊണ്ട് ഇന്ന് ചാനൽ ചർച്ചകൾ ആ ടീച്ചറിനെതിരെയായി? നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം ഒന്നടങ്കം അതിനു പിന്നാലെ പോയപ്പോൾ, ഒരു വ്യക്തി മാത്രം ഹക്കിനു വേണ്ടി നിലകൊണ്ടപ്പോൾ, ആ ഹക്കിനു വേണ്ടി നിലകൊണ്ടവർ തീവ്രവാദിയായി മാറുന്ന അവസ്ഥയാണ്. സൂംബ ഡാൻസ് എന്താണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നത്? ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ അതിൻ്റെ പിന്നിൽ കേരളം മുഴുവൻ കത്തി. ചർച്ചകളുണ്ടായി, ചാനൽ ചർച്ചകളുണ്ടായി. എന്താ സംഭവിച്ചത്? മുസ്ലിം സമൂഹം ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്തു നിന്നു. ഹക്കിനു വേണ്ടി നിലകൊള്ളാൻ കുറച്ചാൾക്കാർ മാത്രം. ആ ഹക്കിനു വേണ്ടി മുസ്ലിം സമൂഹം ഒന്നടങ്കം നിന്നിരുന്നെങ്കിൽ, ദീനനുസരിച്ചും ഖുർആനിൻ്റെ വചനങ്ങൾക്കനുസരിച്ചുമാണ് അവൻ്റെ ജീവിതമെങ്കിൽ, എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുകയും അതിലൊരു നിർഭയത്വവും ഒരു മേൽക്കോയ്മയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മുജാഹിദുകളെന്ന് പറയുന്നവർ പോലും ഇതൊക്കെ പഴഞ്ചനാണ്, അവരൊക്കെ തീവ്രവാദികളാണ് എന്ന് കൂപ്പകുത്തുന്ന, തീവ്രവാദ ചാപ്പകുത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്കല്ലേ നമ്മൾ ചാനൽ ചർച്ചകൾ കണ്ടത്.
സഹോദരന്മാരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹുദയനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നതാണ് നിർഭയത്വം. ഇല്ലെങ്കിൽ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരും. നാളെ അവരുടെ ഒഴുക്കിനൊത്ത് ജീവിക്കേണ്ടി വരും. അവരുടെ മാലിന്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് കടത്തിക്കൂട്ടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് വലുത് നമ്മുടെ ദീനാകണം. എത്ര വലിയ പ്രതിസന്ധിയിലും അഹദ് അഹദ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. തെരുവ് പിള്ളേരെ കൊണ്ട് ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കയറ് കെട്ടി, വാഹനത്തിൽ കെട്ടി, മരുഭൂമിയിലെ മലഞ്ചെരുവുകളിൽ വലിച്ചിഴയ്ക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു. അവിടെ പ്രഖ്യാപിച്ചെന്താ? ഷർട്ട് പോലും ഇടാൻ സാധിക്കാത്ത രൂപത്തിൽ വലിയ ഭാരമുള്ള കല്ല് നെഞ്ചിലേറ്റി വെച്ചപ്പോഴും, അങ്ങനെ അവസ്ഥയിൽ വലിച്ചപ്പോഴും ഇമാം നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്താ ചെയ്തത്? ബിലാൽ റളിയല്ലാഹു അൻഹു എന്താ പ്രഖ്യാപിച്ചത്? അഹദ് എന്നാണ്. അഹദ് എന്നാണ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. അള്ളാഹുവിനെ സർവ്വതും സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനനുസരിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് നിർഭയത്തുണ്ടായി. അവർക്ക് സ്വർഗത്തിൽ കാലടി ശബ്ദം സ്വർഗത്തിൽ കേട്ടു എന്ന് പ്രവാചകൻ സാക്ഷി പറഞ്ഞു. അത്രയേറെ മഹത്വമുള്ളവരായി മാറിയത് വിശുദ്ധ ഖുർആനിൻ്റെ ആ വരികൾക്കിടയിലൂടെ ജീവിച്ച് കാണിച്ചപ്പോഴാണ്. ഒരു ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 W എന്ന് ചരിത്രത്തിൽ കുറിച്ച ഒരു വലിയ ജനസമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരിച്ചെടുത്തു എന്നാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, നന്മ കൊണ്ട് ഉപദേശിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന, അങ്ങനെയുള്ള ഏറ്റവും നല്ല ഉത്തമ സമൂഹമാക്കി മാറ്റിയത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ വരികൾക്കിടയിലൂടെ അവർ ജീവിച്ചത് കൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോൾ ഓതി തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. ഓതി തീർക്കണ്ട എന്നല്ല, ഓതി തീർക്കണം. വിശുദ്ധ ഖുർആൻ പല ആവർത്തി ഓതണം. അതിൻ്റെ ഒരു ഹർഫിന് 10 പ്രതിഫലം എന്നാണ്. അലിഫ് ലാം മീം ഹർഫുൻ എന്നല്ല പറഞ്ഞത്. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഇങ്ങനെ 30 പ്രതിഫലം പാരായണത്തിന് തന്നെയുണ്ട്. എന്നാൽ പാരായണത്തിനപ്പുറം അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് നിർഭയത്വം നമുക്ക് ലഭിക്കാൻ ഉതകുന്ന രണ്ടാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത് നന്ദി കാണിക്കുക എന്നതാണ്. നന്ദി കാണിക്കുക എന്നത് അത് നിർഭയത്വത്തിൻ്റെ വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം നമുക്കറിയില്ല. സാധാരണ പറയാറുണ്ട്, കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. ഉപ്പ മരിച്ചാലേ ഉപ്പാൻ്റെ വില അറിയുള്ളൂ, ഉമ്മ മരിച്ചാലേ ഉമ്മാൻ്റെ വില അറിയുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ നിർഭയത്വം നഷ്ടപ്പെടുമ്പോഴേ ആ നിർഭയത്വം എന്തായിരുന്നു, നാം ആസ്വദിച്ചു കൊണ്ടിരുന്ന ആ നിർഭയത്വം എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ നിർഭയത്വം നഷ്ടപ്പെടുന്നതിന് മുമ്പ് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു പറയാണ്, വഇത്തഅദ്ദന റബ്ബക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാണോ, ലഅസീദന്നക്കും, വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് വീണ്ടും അവസരം തരും. അല്ല പറയാൻ ലഅസീദന്നക്കും, വർദ്ധിപ്പിച്ച് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ ആയത്തിന്റെ ബാക്കി എന്താ? വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് അള്ളാഹുവിനെ പഴിചാരുന്നവരായി, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നവരായി, ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറി നിൽക്കുന്നവരായി, ഇതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് വിട്ടുനിൽക്കുന്നവരായി മാറിക്കഴിഞ്ഞാലോ, വലഇൻ കഫർതും, അവിടെ കുഫർ എന്നാണ് പറഞ്ഞത്. നന്ദികേടിന് കുഫർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സത്യനിഷേധത്തിനും കുഫർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതേ വാക്ക്, സത്യനിഷേധം എന്നതിൻ്റെ അതേ വാക്കിനെ ഉപയോഗിച്ച് നന്ദികേട് എന്ന വാക്കിനെ എടുത്തു പറയാണ്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് പറയണേ, എൻ്റെ ശിക്ഷ അത് കഠിനമാണ്, കഠോരമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഗ്രഹം, നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നിർഭയത്വം അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹ് വീണ്ടും പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾക്ക്, ഒരു നാടിന് അള്ളാഹു നിർഭയത്വം നൽകി, അവർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നൽകി. എന്നിട്ടോ വിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹു പറയണ വല്ലറബല്ലാഹു മസലൻ, ഒരു ഉപമ, ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖറിയത്തൻ,
ഒരു ഗ്രാമത്തെ, അവിടെയുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അവർക്കെന്താ ഉണ്ടായത്? കാനത്ത് ആമിനത്തൻ, അവർക്ക് നിർഭയത്വം ഉണ്ടായിരുന്നു. മാത്രമല്ല മുത്മഇന്നത്തൻ, അത് സംതൃപ്തിയടയുന്ന നിർഭയത്തായിരുന്നു. തുമഅനീനത്ത്, അതായത് മനഃശാന്തിയുള്ള നിർഭയത്തായിരുന്നു. അങ്ങനെയുള്ള നിർഭയത്വം ലഭിച്ച ആളുകൾ യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും എല്ലാവിധ കായ്കനികളും അവർക്ക് ഭക്ഷിക്കാനുള്ള റിസ്കുകളും അള്ളാഹു അവിടെ ഏർപ്പെടുത്തി കൊടുത്തു. നേരത്തെ ഞാൻ തുടങ്ങി വെച്ച ആയത്തുകളിലും അള്ളാഹ് എടുത്തു പറഞ്ഞ 2 അനുഗ്രഹം ഏതായിരുന്നു? ഒന്ന് റിസ്ക്കാണ്, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോഴും അത് തന്നെയാണ് ചോദിച്ചത്. മക്കയിലെ ഖുറൈശികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹ് എടുത്തു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അതഅമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, അവിടെയും ഭക്ഷണവും അതുപോലെ തന്നെ നിർഭയത്വമാണ് എടുത്തു പറഞ്ഞത്. ഇവിടെ അള്ളാഹ് എന്ത് പറഞ്ഞു? അവർക്ക് എല്ലാ നിലക്കുമുള്ള കായ്കനികൾ, പഴവർഗ്ഗങ്ങൾ, എല്ലാ നിലക്കുമുള്ള ഭക്ഷണങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. സമാധാനത്തോടുകൂടിയുള്ള നിർഭയത്വം അവർക്ക് നൽകി. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ മനഃശാന്തി എന്നുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹ് പറഞ്ഞ മറ്റൊരായത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ടെൻഷൻ മാറും, പ്രയാസങ്ങൾ മാറിക്കിട്ടും, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മാറ്റിക്കിട്ടും. ആ അസ്വസ്ഥതയിൽ മാറ്റി നിർത്തിയ ഒരു നിർഭയത്വമായിരുന്നു, മനസ്സിൻ്റെ അസ്വസ്ഥതകളെപ്പോലും മാറ്റി നിർത്താൻ കഴിയുന്ന നിർഭയത്വമായിരുന്നു ആ ഖറിയത്തിന്, ആ നാട്ടുകാർക്ക് അള്ളാഹു കൊടുത്തതെന്നാണ്. പിന്നെന്താ സംഭവിച്ചത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ബാക്കി പറഞ്ഞു, ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹ് കൊടുത്ത അനുഗ്രഹം അതിൽ കുഫർ കാണിച്ചു എന്നാണ്, നന്ദികേട് കാണിച്ചു എന്നാണ്. ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹ് കൊടുത്ത അനുഗ്രഹം, നിർഭയത്വം എന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നന്ദികേട് കാണിച്ച് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അള്ളാഹ് പറയണേ, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പേടിയിട്ട് കൊടുത്തു എന്നാണ്. മറ്റുള്ളവരാൽ ഭയം, അതുപോലെ തന്നെ പട്ടിണി ഇട്ട് കൊടുത്തു എന്നാണ്. ഇത് രണ്ടും ഇന്ന് ഗസയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നന്ദികേടാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെങ്കിൽ അള്ളാഹുവിനെ അതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ അടുത്ത തലമുറകളെയും എല്ലാം അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിർഭയത്വം നമ്മുടെ അടിയിലുള്ള തലമുറകൾക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ, നമുക്ക് ശേഷം വരുന്ന നമ്മുടെ പിൻഗാമികൾക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ, നാം നന്ദിയുള്ളവരായി, റബ്ബിനെ സ്തുതിക്കുന്ന, റബ്ബിന് നന്ദിയുള്ളവരായി മാറേണ്ടവരാണ് എന്നതാണ് ഈ ഒരു വിഷയത്തിൽ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തത്, പരസ്പര സ്നേഹമുണ്ടാക്കണം. ഇന്ന് പരസ്പരം എങ്ങനെ ശത്രുതയിലാകാം, അവനെങ്ങനെ പറ്റിക്കാം, അവനെ എങ്ങനെ വഞ്ചിക്കാം, സ്വന്തം ഉമ്മയെപ്പോലും, സ്വന്തം ഉപ്പയെപ്പോലും, സ്വന്തം സഹോദരങ്ങളെപ്പോലും സ്വത്തിൻ്റെ വിഷയത്തിൽ, കുടുംബ വിഷയങ്ങളിൽ അകറ്റി നിർത്തുന്ന, കൊല്ലാൻ പോലും മടിക്കാത്ത ആളുകളായി ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങൾ രഞ്ജിപ്പുള്ളവരായി മാറണം. ആദർശ ബന്ധുക്കൾ, അതൊരു വലിയ സ്ഥാനമാണ്. ആദർശപരമായ ഒരു ബന്ധം, അതിലുള്ള ഒരു രഞ്ജിപ്പ്, അതിലുള്ള ആസ്വാദനം വേറെ തന്നെയാണ്. അതോടൊപ്പം കുടുംബ ബന്ധം, അതിലപ്പുറം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് കാണുമ്പോൾ സലാം പറയാനും, ആ ഒരു ബന്ധം പുലർത്താനും, കാണുമ്പോൾ ഇഷ്ടത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കപടതയില്ലാത്ത ഒരു സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഉള്ളിൽ നിന്ന് ഈ കുഴുത്തിരുമ്പ് എന്നൊക്കെ പറയുമല്ലോ, അതിനെന്താ പറയുക, ഇവിടെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ഉള്ളിൽ നിന്ന് സ്ക്രൂ കയറ്റി കൊടുക്കുക, അങ്ങനത്തെ പണിയെടുക്കുന്നവരാകരുത്. ഇവനെയും അവനെയും തമ്മിൽ അടുപ്പിക്കുക, അമ്മായിയമ്മയും മരുമകളെയും തമ്മിൽ അടുപ്പിക്കുക, അതിന് നാത്തൂന് വേറെ. ഇതൊക്കെയും കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, പാർട്ടികളിലുണ്ട്, സംഘടനകളിലുണ്ട്, പള്ളിക്കമ്മറ്റിക്കുള്ളിലുണ്ട്. ഇതൊക്കെ ഞാൻ തുറന്നു പറയണം, ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാം പറയണത് എന്താ? നിങ്ങൾ പരസ്പരം രഞ്ജിപ്പുള്ളവരായി മാറൂ, നിർഭയത്വം അല്ലാഹു നിങ്ങൾക്ക് നൽകും. പരസ്പരം സ്നേഹമുള്ള, ഇണക്കമുള്ള ആളുകളായി നിങ്ങൾ മാറാൻ ശ്രമിക്കൂ, ഇണക്കുന്നവരായി നിങ്ങൾ മാറൂ, അല്ലാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അലാ ഉഖ്ബിറുക്കും, സഹാബികളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബി അഫ്ളലി മിൻ ദറജത്തിൻ അസ്സലാഹ്, നിസ്കാരത്തെക്കാൾ ദറജയുള്ള, വസിയാം,
നോമ്പിനേക്കാൾ ദറജയുള്ള, വസ്സദഖ, സ്വതക്കയേക്കാൾ ദറജയുള്ള ഏറ്റവും നല്ല കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ പ്രവാചകരെ പഠിപ്പിച്ചു തരും. അതാണ് അവരുടെ ആവശ്യം അല്ലേ? സഹാബത്ത് എന്തായിരുന്നു? സഹാബത്ത് ഒരു നന്മ കേട്ടാൽ ആ നന്മയ്ക്ക് ധൃതിപ്പെടുന്നതാണ്. സാബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മുൻകടന്നവരാണവർ. മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ വന്നു. ആ സമയത്ത് മദീനക്കാരുടെ പരാതി എന്തെന്നറിയോ? അവരിങ്ങനെ ഹിജറ ചെയ്തു, അവരെല്ലാം ത്യജിച്ചു, എന്നിട്ട് നമ്മളും അവർ ഒരേ അമലുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റസൂലെ, നമുക്ക് എന്തെങ്കിലും അധികരിച്ച് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയും. എന്തുകൊണ്ടാ? അവർക്ക് ആ ദീനിനോടും നന്മകൾ ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി, ഒരു താല്പര്യം, അങ്ങേയറ്റത്തെ അടങ്ങാത്ത ആഗ്രഹം, സ്വർഗം, അതായിരുന്നു അവരുടെ ആഗ്രഹം. പല സമയത്ത് യുദ്ധത്തിൻ്റെ വേളയിൽ എന്തെങ്കിലും ഇസ്ലാമിനെ സഹായിക്കാൻ കൊണ്ടുവരാൻ പറയുമ്പോൾ വീട്ടിലുള്ളത് മുഴുവൻ കൊണ്ടുകൊടുത്ത ചരിത്രം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ വായിക്കാം. വീട്ടിലുള്ള സമ്പത്തിൻ്റെ പകുതി മുഴുവൻ കൊടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇതെന്തുകൊണ്ടായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് നേരിട്ട തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. എന്തുകൊണ്ടായിരുന്നു? സ്വർഗം കിട്ടുമെന്ന്, അനസേ നിനക്ക് സ്വർഗമുണ്ട് ഈ യുദ്ധത്തിൽ ഷഹീദായാൽ എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന കാരക്ക പോലും വലിച്ചെറിഞ്ഞ് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചാടിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ആ വികാരം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വം നൽകണമെങ്കിൽ പരസ്പരം രഞ്ജിപ്പുള്ളവരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കി പറഞ്ഞു, നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സ്വതക്കയേക്കാൾ നിങ്ങൾക്ക് വലിയ വമ്പിച്ച പ്രതിഫലം നൽകുന്നത് എന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, നിങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫസാദു ദാത്തിൽ ബൈനി ഹിയൽ ഹാഖ. റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്കിടയിലുള്ള രഞ്ജിപ്പിന് പകരം വിഘടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രഞ്ജിപ്പിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നത് ഉണ്ടാകുന്നതെങ്കിൽ നശിച്ചു. നിർഭയത്വം നശിച്ചു, സമാധാനം നശിച്ചു, സന്തോഷം നശിച്ചു. ഇല്ലേ? പരസ്പരം പിന്നെ എന്തായിരിക്കും ഉണ്ടാവല്? കുത്തുവാക്കുകൾ അല്ലേ? ഈ അമ്മായിയമ്മ നാത്തൂനൊക്കെ അല്ലെങ്കിൽ പിന്നെ മരുമകളൊക്കെ കുറച്ച് പോരടിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും അവളൊന്ന് കുത്താൻ, അല്ലേ? വാക്കുകൊണ്ട് കുത്തുന്നവർ. പിന്നെ നിർഭയത്വം ഉണ്ടാവും. പിന്നെ വീട് മാറലല്ലാതെ അവിടെ മാർഗ്ഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. പള്ളിയിൽ നിന്ന് മാറി നിൽക്കലല്ലാതെ, കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കലല്ലാതെ അവിടെ അവസ്ഥ ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയും, അവൻ വേറൊരു കാര്യം പറയും. അപ്പം ഞാൻ പറയുന്നത് സ്വീകരിക്കാത്തതുകൊണ്ട് എനിക്ക് അവൻ്റെ ദേഷ്യം. ഇതാണ് ശരിക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം ഇസ്ലാഹ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഇനി അവൻ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ സഹിച്ചുകൊണ്ട് ചെയ്യുമെന്ന രൂപത്തിൽ നമ്മൾ തീരുമാനമെടുത്താലോ ആ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. പള്ളി കമ്മിറ്റിയൊക്കെ ഉഷാറായിട്ട് പോകും, അമ്മായി അമ്മയും മരുമോളൊക്കെ ഉഷാറായിട്ട് പോകും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ അത് ഊഷ്മളമായിരിക്കും. അതില്ലെങ്കിലോ പരസ്പരം പോരടിപ്പിക്കാനാണ് ഉള്ളിൽ നിന്ന് പരിശ്രമിക്കുന്നതെങ്കിലോ നിർഭയത്വം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കണം, അതിനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ്. നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വീട് വെക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കാനാണോ? അല്ല. മുസ്ലിമീങ്ങളുള്ള ബാങ്ക് കേൾക്കുന്ന ഒരു പ്രദേശം, അതും നല്ല ആളുകൾ. റസൂലുള്ളാഹി വേറൊരു ഹദീസിൽ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 4 അനുഗ്രഹങ്ങൾ. അതിലൊന്ന് മർഅത്തുൻ സ്വാലിഹ, നല്ല സൽസ്വഭാവിയായ ഭാര്യയാണ്. 2 അവന് യാത്ര ചെയ്യാനുള്ള നല്ല വാഹനം. 3 പാർപ്പിടം. 4 എന്താ പറഞ്ഞ്? നല്ല അയൽവാസിയാണ്. ഇവിടെ എല്ലാം ഇസ്ലാമിന് കൃത്യമായ കണിശതകളും കൃത്യമായ മാർഗരേഖകളുമുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പേടിച്ചെന്തായിരുന്നു? അയൽവാസിയുടെ വിഷയത്തിൽ അനന്തരം കൊടുക്കേണ്ടി വരുന്നു. അത്ര ഗൗരവമേറിയ വസിയത്തുകളാണ് ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയെന്നതാണ്. എന്നാലോ
നമ്മുടെ അയൽവാസിയുമായി നമുക്ക് എത്ര ബന്ധമുണ്ട്? കുടുംബത്തിൽ, വീട്ടിനുള്ളിൽ, റൂമിനുള്ളിൽ നിന്ന് തുടങ്ങണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഞ്ജിപ്പ്, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇന്നിപ്പോൾ മക്കളും മാതാപിതാക്കളും രണ്ട് വഴിക്കാണ്. ഉമ്മയും ഉപ്പയും ചിലപ്പോൾ മുജാഹിദായിരിക്കും, മറ്റവൻ ഫ്രീക്കൻ്റെ പിന്നാലെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കൃത്യമായ ശിക്ഷണമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിയത് കൊണ്ടാണ്. ചില സ്ഥലങ്ങളിൽ ചില സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കേണ്ടി വരും. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ റെഡ് സിഗ്നൽ എടുത്ത് കത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്താനില്ലേ? അതെന്തുകൊണ്ടാണ്? അത് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നിർത്താനൊന്നും പറ്റില്ല, എനിക്ക് സിഗ്നലൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയാലോ ഒന്നുകിൽ ആക്സിഡൻ്റ് ഉണ്ടാവും, രണ്ടാമത്തത് അവന് ഫൈൻ ഉണ്ടാവും, അല്ലേ? ഇത് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഊഷ്മളമാക്കി കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടില്ലയോ നശിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മേഖലകൾ ശ്രദ്ധിക്കാതെ പോയാൽ നശിക്കുമെന്നും നിർഭയത്വം നശിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നന്മകളുള്ള അവസരങ്ങൾ, നന്മകൾ പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട നിർഭയത്വം ലഭിക്കാൻ ഉതകുന്ന അഞ്ചാമത്തെ കാര്യമായി വിശുദ്ധ ഖുർആനും ഹദീസും പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. അല്ലാഹ് പറയാണ്, ഒരു സമൂഹം അവർ വിശ്വസിക്കുകയും ശരിയാവണ്ണം തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, നന്മയിലൂടെ ജീവിക്കുകയും ചെയ്താൽ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ, തഖ്വയോടുകൂടി ജീവിക്കുക. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് നരകമുണ്ട് എന്ന പേടിയോടുകൂടി റബ്ബിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളോടുകൂടി ജീവിക്കുക എന്നതാണ് തഖ്വ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച്, ഞാൻ ആരും കാണുന്നില്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും, റൂമിനുള്ളിലാണെങ്കിലും, ആരും കാണാതെ മൊബൈൽ കാണുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് അവന് തഖ്വയുണ്ടാവുക. ആ തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അല്ലാഹ് പറയണെന്തെന്നറിയോ? ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. അവർക്ക് ആകാശ ലോകത്ത് നിന്ന് ബറക്കത്തിട്ട് കൊടുക്കുന്നു. ആ ബറക്കത്തിൽ നിർഭയത്തുണ്ട്, ആ ബറക്കത്തിൽ റിസ്ക്കുണ്ട്, ആ ബറക്കത്തിൽ അമ്നുണ്ട്, സമാധാനമുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക്, നന്മയോടുകൂടി ജീവിക്കുന്നവർക്ക്, നന്മയിൽ വർത്തിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ ഇട്ടു നൽകും. അവൻ്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ സമയത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ മക്കളിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകും. ഇങ്ങനെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇട്ടു നൽകുമെന്ന് പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അതിൻ്റെ ബാക്കിയായി കൊണ്ട് പറഞ്ഞു, വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷേ ആ തഖ്വയോടുകൂടി ജീവിക്കാതെ തോന്നിയതെല്ലാം കണ്ട് തോന്നിവാസികളായി ജീവിച്ച്, നാട്ടിനൊത്തും കാലത്തിനൊത്തും ഒഴുക്കിനൊത്തും ജീവിച്ച്, തോന്നിവാസികളായി ജീവിച്ച് എല്ലാ തോന്നിവാസങ്ങളും തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് തെറ്റുകളിൽ മുഴുകി ജീവിച്ചവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല പിടികൂടുന്നതാണ്. ഫഅഖദ്നാഹും, അവരെ പിടികൂടുക തന്നെ ചെയ്യും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വച്ച കർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് അവരെ പിടികൂടുന്നതാണ്. നമ്മളൊരു പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ആലോചിക്കുന്നുണ്ടാകും, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അള്ളൊന്നും ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. രഹസ്യമായി ആരും അറിയാതെ എത്രയെത്ര തെറ്റുകൾ ചെയ്യുന്നു, ആളുകളൊക്കെ എത്രയെത്ര തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ട് അവർക്കൊന്നും ശിക്ഷ ബാധിക്കുന്നില്ലല്ലോ എന്ന് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. ശിക്ഷ ഈ ദുനിയാവിൽ ലഭിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷ പാരത്രിക ലോകത്തുണ്ടാകും. ഹത്താ ഇദാ ഫരിഹു ബിമാ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന, അവർ അവരുടെ രസങ്ങളിൽ മുഴുകി, അവരുടെ ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചിരിയുടെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ലഅഖദ്നാഹും ബഗ്ത, ഒരൊറ്റ പിടി പിടിക്കും. ആ പിടിയിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ അവൻ തിന്മയിൽ മുഴുകി ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടാകും. പക്ഷെ അവസാനം ഒരു പിടിപിടിക്കുന്ന സമയത്ത് അവന് രക്ഷയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് സമാധാനം വേണോ, സന്തോഷം വേണോ, നിർഭയത്വം വേണോ? അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ഒരല്പം ഓർമ്മ പിശക് വന്നപ്പോൾ പോലും, ശ്രദ്ധിക്കേ, ഓർമ്മ പിശക് വന്നപ്പോൾ ആരാ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബിൽ അറിയപ്പെട്ട മദ്ഹബിൻ്റെ ഒരു ഇമാം
ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, ഹാഫിൾ, അദ്ദേഹത്തിന് ഒരല്പം ഓർമ്മ പിശക് വന്നപ്പോൾ തൻ്റെ ഉസ്താദായ വക്കീഇൻ്റെ അടുക്കലേക്ക് പോവാൻ ഈ പ്രശ്നം പറഞ്ഞു. ഞാൻ പഠിച്ചതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മറന്നു പോകുന്നൊരു അവസ്ഥയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. വക്കീ പറഞ്ഞതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് എന്നത്, ദീനിൻ്റെ ഇൽമ് എന്നത് നൂറുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഅ്താ ലി ആസി, ആ നൂറിനെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നൽകുകയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കുറേ ആലോചിച്ചു. തർക്കുൽ മആസി എന്ന് അദ്ദേഹത്തിന് ഉപദേശം നൽകി, നീ നിന്റെ തിന്മകളെ ഒഴിവാക്കണം. കുറേ ആലോചിച്ചു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അവസാനം കണ്ടെത്തിയെന്തെന്നറിയോ? വഴിയിലൂടെ പോയപ്പോൾ ഒരു പെണ്ണിൻ്റെ ഞെരിയാണിയുടെ ഒരല്പഭാഗം കണ്ടുപോയി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ സമയത്തുണ്ടായിരുന്ന തിന്മ എന്ന് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. ആ തിന്മയുടെ പേരിൽ പോലും ഇൽമിൻ്റെ വിഷയത്തിൽ കുറവുകളും കുറവുകളും അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇൽമ പോലും നൽകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൽമ എന്നത് ദീനാണ്, ആ ദീന് നൽകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിർഭയത്വം നൽകുക? തെറ്റ് ചെയ്യുന്നവരെന്ന് നിങ്ങൾ അന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും. ആ തെറ്റിനെ കുറിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. രഹസ്യമായി ഒരു ചെയ്ത തെറ്റ്, ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആരും കാണരുത് എന്നായിരിക്കും നമ്മുടെ ചിന്ത. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന മനസ്സിൻ്റെ അസ്വസ്ഥത അവനെ ആ തെറ്റ് ചെയ്യുന്ന സമയത്തും പിടിച്ചു കുലുക്കിയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ആ തെറ്റിൻ്റെ വേളയിലും അവന് നിർഭയത്വമില്ല എന്നുള്ളതാണ്. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാലോ പിന്നെ അവൻ്റെ മനസ്സ് അവനെ കുത്തി നോവിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ പേരിൽ അവൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥയാക്കും, അവൻ്റെ മനസ്സ് മാറിപ്പോകുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ടതില്ലായിരുന്നു, ചെയ്തു പോയല്ലോ, എന്താണിത്, ഇങ്ങനെയൊക്കെ താടി വച്ച് തൊപ്പി വച്ച് ജുബ്ബയിട്ട് പർദ്ദ ധരിച്ചും ഞാൻ ഈ തെറ്റ് ചെയ്യേണ്ടവളാണോ, ഞാൻ ഈ തെറ്റ് ചെയ്യേണ്ടവനാണോ എന്ന് സ്വയം തൻ്റെ മനസ്സ് തന്നോട് കുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവിടെ ഈ നിർഭയത്വം നഷ്ടപ്പെടാൻ. അപ്പം ശരിക്കും നമുക്ക് നിർഭയത്വം വേണോ? തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇനി അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ഒരാണാകട്ടെ പെണ്ണാകട്ടെ, അവൻ അല്ലെങ്കിൽ അവൾ ഒരു നന്മ ചെയ്തു, ഒരൊറ്റ നന്മ ചെയ്തു എന്ന് വെച്ചു. മൻ അമില സ്വാലിഹൻ, സ്വാലിഹായ ഒരു കർമ്മം അവൻ അല്ലെങ്കിൽ അവൾ ചെയ്തു എങ്കിൽ വഹുവ മുഅ്മിൻ, എന്തു വേണം? മമ്പറത്ത് തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാവാൻ പാടില്ല. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ യാ മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകാൻ പാടില്ല. തൗഹീദുള്ളവരായി, ഈമാൻ ശരിയാക്കിയവരായി, ശരിയായ മുഅ്മിനായി മാറിക്കൊണ്ട് ഒരു അമൽ, സ്വാലിഹായ കർമ്മം, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവർ ചെയ്തു കഴിഞ്ഞാലോ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, മാന്യമായ ജീവിതം നൽകും. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ദുനിയാവിൽ അതല്ലാതെ വേറെന്താ നമുക്ക് വേണ്ടത്? ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടത് എന്താ? നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നത്? നമ്മളെന്തിനാ അധ്വാനിക്കണത്? ഉമ്മയും ഉപ്പയും എന്തിനാണ് മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താ? നല്ല ജീവിതം വേണം, അല്ലേ? നല്ല ഡ്രസ്സ്, ആ ഡ്രസ്സ് എടുക്കുന്നത് മാത്രമല്ല അത് അയൺ ചെയ്ത് നമ്മൾ ഇടുന്നു. എന്തിനാ? നല്ല പെർഫെക്റ്റ് ആവാൻ, അല്ലേ? ഭക്ഷണം കഴിക്കും, ഒരല്പം ഉപ്പ് കുറവായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സാധാരണ പൊതുവെ എന്താണ് ഇതിൽ ഉപ്പില്ലല്ലോ എന്നായിരിക്കും പറയല്ലേ. ചിലർ മാന്യമായി പറയുമെങ്കിലും ആ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ പോലും നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഭാര്യമാർ അയൺ ചെയ്തു തന്ന നമ്മുടെ കുപ്പായത്തിൽ ഒരല്പം ചുളിവ് കാണുമ്പോൾ മുഖം ചുളിക്കുന്നവരായി മാറുകയാണെങ്കിൽ, സഹോദരന്മാരെ, ഈ നിർഭയത്വമില്ലാതെ നമുക്ക് നല്ല ജീവിതം ആസ്വദിക്കുക സാധ്യമല്ല. നാളെ പാരത്രിക ലോകത്തുള്ള പ്രതിഫലത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് മരണാനന്തരം അവർക്ക് വന്നെത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല മാന്യമായ പ്രതിഫലമാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹസൻ, നല്ലത് എന്നാണ്. എന്നാൽ ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? അഹ്സൻ എന്നാണ്.
നല്ലത് എന്നല്ല, ഏറ്റവും നല്ല വിഭവം, നല്ലൊരു പ്രതിഫലം അവന് നൽകും. ആർക്ക് നൽകും? വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആണിനും പെണ്ണിനും നൽകുന്നതാണ്. ആണിന് ഇന്ന കൂലി, പെണ്ണിന് കുറച്ച് കുറവ് കൂലി, അങ്ങനെ ഒരു വേർതിരിവ് ഇസ്ലാമിലില്ല. ആണിന് എന്താണോ പ്രതിഫലം, അതേ പ്രതിഫലം തന്നെയാണ് പെണ്ണിന്. ആണ് ഏത് സ്വർഗത്തിലേക്കാണോ പ്രവേശിക്കുന്നത്, അതേ സ്വർഗത്തിൽ തന്നെയാണ് പെണ്ണിനും പ്രവേശിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാ നിലക്കും നന്മകളിൽ മുന്നേറാൻ, നന്മകളുടെ സാഹചര്യങ്ങൾ ഒരുക്കാൻ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ജീവിച്ചാലോ നല്ല സമാധാനം, നല്ല സന്തോഷം, നല്ല കുടുംബജീവിതം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമെന്നാണ്. തീർന്നില്ല. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആരെങ്കിലും ഇസ്ലാമിൻ്റെ ശരിയായ തനതായ ആദർശത്തെ പ്രഖ്യാപിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയാണെന്ന് ചാപ്പ കുത്തുന്ന അവസ്ഥയിലേക്ക് സമകാലിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഒന്നുകൂടി കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വിഷയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ കരുതലോടുകൂടിയിരിക്കണം. നമ്മുടെ പ്രാർത്ഥന അത് അനിവാര്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചല്ലോ, ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ, ഈ ഒരു നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റാൻ ശ്രമിക്കണം. അല്ലാഹുവേ, നീ അങ്ങനെ ആക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നിർഭയത്വമുള്ള നാടായി നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ ഉതകുന്ന എല്ലാവിധ സാഹചര്യങ്ങളും സൗകര്യങ്ങളും റബ്ബേ നീ ഒരുക്കി നൽകണേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഇനി മുതൽ ഉണ്ടാകണം. നമ്മുടെ തഹജ്ജുദിന്റെ വേളയിൽ, രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന സമയങ്ങളിൽ റബ്ബേ ഈ നാടിനെ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണേ. നമുക്കും നമ്മുടെ പിൻഗാമികൾക്കുമെല്ലാം അല്ലാഹുവേ നിർഭയത്വം നൽകി ഈ ദീനിനെ യഥാവിധം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന നല്ലൊരു നാടായി പ്രബോധനം ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു സാഹചര്യങ്ങളാക്കി ഒരുക്കി ഈ ഒരു നാടിനെ മാറ്റണമേ. അതിൻ്റെ ഭരണാധികാരികൾക്ക് അങ്ങനെയുള്ള സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മൾ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്നറിയോ? ഇന്ന് ചില ആളുകൾ വലാ ബറാ എന്ന് പറഞ്ഞ പേരിൽ ചില ഫിത്നകൾ വ്യാപകമായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കരുതിയിരിക്കേണ്ടതാണ്. വലാ ബറാ, അമുസ്ലിമീങ്ങളോട് യാതൊരു നിലക്കുമുള്ള സഹകരണം പാടില്ല, അവരെ കണ്ട ചിരിക്കാൻ പാടില്ല, അവർക്ക് യാതൊരു നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനിടയിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ബോധപൂർവം ഇവിടെ ഈ മഞ്ചേരിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനത്തിനെതിരാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുംതഹനയിലെ 8-ാമത്തെ ആയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താത്ത, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാത്ത അങ്ങനെയുള്ള അമുസ്ലിമീങ്ങളായ ആളുകളോട് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നല്ല രൂപത്തിൽ ബിർറോടുകൂടി പ്രവർത്തിക്കണം എന്നാണ്, മാന്യതയോടുകൂടി അവരോട് പ്രവർത്തിക്കണം, അവർക്ക് വേണ്ട എല്ലാ നിലക്കുള്ള നീതിയും നടപ്പിലാക്കണം എന്നാണ്. ആ നീതിയോടുകൂടി നടപ്പിലാക്കിയാലോ, ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലോ അല്ലാഹ് പറയണേ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹ് അങ്ങനെ നീതി നടപ്പിലാക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെയുള്ള ഫിത്നയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. മുജാഹിദായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കലില്ല എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. അതോടൊപ്പം മുജാഹിദുകൾ പ്രാർത്ഥനയിൽ അധികരിപ്പിക്കണം എന്നുകൂടിയാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രാർത്ഥിക്കണം, അധികമായി പ്രാർത്ഥിക്കണം. റബ്ബിനോട് നമ്മുടെ മൈന്യൂട്ടായ ഓരോ ആവശ്യങ്ങളും നമ്മുടെ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, മയ്യദ്ഊനി അസ്തജിബ് ലഹു, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവനക്ക് ഉത്തരം നൽകുന്ന. മയ്യസ്അലുനി ഉഅതി ലഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആ ചോദിച്ചതിന് ഉത്തരമായി അവന് നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ,
വമൻ യസ്തഗ്ഫിറുനി അഗ്ഫിറ ലഹു, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ അവന് ഞാൻ പാപമോചനം നൽകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അങ്ങനെ ഏറെ അല്ലാഹു അടിമകളോട് അടുത്തു നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ, നമ്മൾ റബ്ബിൻ്റെ വിഷയത്തിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അശ്രദ്ധരാണെങ്കിൽ ആ നിർഭയത്വം നമുക്ക് വന്നു കിട്ടുകയില്ല. പ്രാർത്ഥിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖന്തക്കിന്റെ വേളയിൽ സഹാബത്ത് വേദനയേറി നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, റസൂലെ, ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? സഹാബത്ത് ചോദിക്കാണ് ഖന്തക്കിന്റെ ദിവസത്തിൽ, ഹൽ മിൻ ഷൈഇൻ നഖൂലു, ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഖനാജിർ, പേടി കൊണ്ട് നമ്മുടെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുകയാണ്. ഖന്തക്കിന്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. പേടിച്ച് വിറച്ചിട്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടയിലെത്തി നിൽക്കുന്നു എന്ന് സഹാബത്ത് പറയാൻ. റസൂലേ, ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണ്ടോ? പേടിയുടെ നിർഭയത്വമില്ലാത്ത അവസ്ഥ, ആ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതെന്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നഅം, പ്രാർത്ഥിക്കാനുണ്ട്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മസ്തിർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മസ്തിർ ഔറാതിന വആമിൻ റൗആതിന. അല്ലാഹുവേ, നമ്മുടെ തിന്മകളെ നീ മറച്ചു വെക്കണം, എന്നിട്ട് നമുക്ക് നിർഭയത്വം നൽകണം, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകണം എന്നാണ് റസൂൽ കരീം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. 2 കാര്യങ്ങൾ. ഒരു കോംബോ അവിടെ ഉണ്ട്. ഈ കോംബോ എന്നുള്ളത് സാധനം വാങ്ങാനും ഫുഡ് കഴിക്കുമ്പോഴും മാത്രമുള്ളതൊന്നുമല്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കോംബോ ഉണ്ട്. അതിൽ 2 കോംബോയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? ഒന്ന് ഭക്ഷണവും റിസ്ക്കും, പിന്നെ നിർഭയത്വവും. ഇവിടെയും മറ്റൊരു കോംബോ പറഞ്ഞു. ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ റബ്ബേ നീ മറച്ചു വെക്കണം, അതോടൊപ്പം നീ നമുക്ക് നിർഭയത്വം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞു, തിന്മകൾ കാരണം നിർഭയത്വം നഷ്ടപ്പെടും. ഇവിടെ അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തിന്മകൾ മറച്ചു വെക്കാനും നിർഭയത്വം ലഭിക്കാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ആഫിയത്ത് നൽകണം, ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ തന്നെ പഠിപ്പിച്ചു, അല്ലാഹുമ്മസ്തിർ ഔറാതി വ ആമിൻ റൗആതി. അവിടെയും പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയാണ്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു മുഅ്മിനിന് എങ്ങനെയാണ് നിർഭയത്വം ലഭിക്കാതിരിക്കുക? അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളെ കൂടി പഠിച്ച്, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വച്ചു പഠിച്ച് രാവിലെയും വൈകുന്നേരവും അത് കൃത്യമായി പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഈ സമകാലിക സാഹചര്യത്തിൽ നാം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറം ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും മരിക്കും, ഇതിൽ യാതൊരു സംശയമില്ലല്ലോ, അല്ലേ? ഒരു കലാപം വന്നു എന്ന് വിചാരിക്കാം, ഒരു യുദ്ധം വന്നു എന്ന് വിചാരിക്കാം, ഇവിടെ ആകെ നിർഭയത്വം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെല്ലാവരെയും, നമ്മുടെയും നമ്മുടെ നാടിനെയും എല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ആമീൻ. ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ ഇരിക്കുന്നവരും ഞാനും എല്ലാവരും പെട്ടെന്ന് മരണപ്പെട്ടു ഒരു കലാപത്തിൽ എന്ന് വിചാരിക്കുക. ഈ ദുനിയാവിൽ മാത്രം തീരേണ്ടതാണോ നിർഭയത്വം? യഥാർത്ഥ നിർഭയത്വം എവിടെ ലഭിക്കേണ്ടത്? ഇവിടെ എല്ലാ നിർഭയത്വം ഉണ്ട്. പക്ഷേ മരിച്ച് ഖബറിലേക്ക് പോയപ്പോൾ മലക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മരിച്ചിട്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാലം കടന്ന് പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നാൽ പിന്നെ എവിടെയാണ് നിർഭയത്വം കിട്ടുക? ഈ ദുനിയാവിൽ എത്ര വലിയ നിർഭയത്വം കിട്ടിയിട്ടും പിന്നെന്താ കാര്യം? ഈ ചുരുങ്ങിയ കാലയളവിൽ നാം ആസ്വദിക്കുന്ന ഈ ജീവിതത്തിൽ ഇവിടെ ബാക്കി വെച്ചു പോകുന്ന നമ്മുടെ എല്ലാം ബാക്കി വെച്ച് നമ്മുടെ നാളെ ഖബറിൽ 3 പൊതിയിൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ നമുക്ക് നിർഭയത്വം കിട്ടണം. അത് കഴിഞ്ഞ് ആ മലക്ക് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന സമയം, അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നിർഭയത്വം കിട്ടണം. അത് ആർക്കേ കിട്ടുള്ളൂ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹ്ണെന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയാണോ? അല്ല. സുമ്മസ്തഖാമു എന്നാ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നേർച്ചയും എൻ്റെ വഴിപാടുകളും എൻ്റെ ഇബാദത്തിൻ്റെ മേഖലകൾ മുഴുവൻ എൻ്റെ റബ്ബിന് മാത്രം എന്ന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്താൽ സുമ്മസ്തഖാമു, ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം ക്രമീകരിക്കുകയും ചെയ്താൽ പിന്നെ അവന് കിട്ടുന്ന നിർഭയത്വം എന്നറിയോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അവൻ്റെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് ആ മലക്കുകൾ നിർഭയത്വത്തിൻ്റെ ആശ്വാസവാക്കുകൾ ആ മയ്യത്തിന്, ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്താ പേടിക്കേണ്ടത്? ഇനി വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല. അവിടെ നിങ്ങൾക്ക് നിർഭയത്വം ലഭിച്ചിരിക്കുന്നു. വലാ തഹ്സനു, ഈ ദുനിയാവിൽ നിങ്ങൾ ഇട്ടേച്ചു പോയ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വത്തും, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇനി ബേജാറാകേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്കിതാ അബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ഈ സ്വർഗമിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്തയായി അറിയിച്ചിരിക്കുകയാണ് എന്ന് നമ്മുടെ മരണവേളയിലുള്ള നിർഭയത്വം നമുക്ക് ലഭിക്കുകയാണ്. മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിർഭയത്വം കിട്ടുന്നവർ വിജയിച്ചു. അവൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? ഖബറിൽ നിർഭയത്വം കിട്ടിയില്ലെങ്കിലോ? മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മൻ റബ്ബുക് എന്ന ചോദ്യത്തിന് ഇവിടെ റബ്ബി അല്ലാ റബ്ബി അല്ലാ എന്ന് 1000 പ്രാവശ്യം എഴുതി പറഞ്ഞാലും ശരി, 1000 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ ചൊല്ലി പറഞ്ഞാലും ശരി, അവിടെ ഉത്തരം പറയാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കണം. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, ഈ ഭീമാകാരന്മാരായ പേടിപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ ഖബറിൽ വരുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? പേടിച്ച് വിരണ്ടു പോവുകയില്ലേ? പേടിച്ച് പ്രയാസപ്പെട്ടു പോവുകയില്ലേ? ഉത്തരം ശരിക്ക് പറയാത്ത അവസ്ഥ നമുക്ക് വന്നു പോവില്ലേ? അല്ലേ? പേടി വരുമ്പോൾ അങ്ങനല്ലേ? അല്ലേ? നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും പറയാൻ കഴിയാത്ത, എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. സഹാബത്ത് ആ പേടിയിലായിരുന്നു. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, എന്താണ് നമുക്കതിനുള്ള മാർഗം? വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്താണ് ഓതിക്കൊടുത്തത്. ഏതെന്നറിയോ? യുസബ്ബിത്തുല്ലാഹു അല്ലദീന ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ പ്രഖ്യാപനവും ആ കലിമത്തനുസരിച്ചുള്ള ജീവിതവും അവനുണ്ടോ, അവന് ദുനിയാവിൽ നിർഭയത്വം നൽകും. അവനൊരു സ്റ്റഡിയായ ഒരു സ്റ്റാൻഡ് നൽകുന്നതാണ്. അവൻ ആരെയും പിന്നെ പേടിച്ച് കാല് വിറച്ച് നിൽക്കേണ്ട, മുട്ടടിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല ദുനിയാവിൽ. പരലോകത്തും അങ്ങനെ തന്നെ, ഖബറിലും അങ്ങനെ തന്നെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയോ നാളെ പാരത്രിക ലോകത്തെത്തിയാലോ? മഹ്ശറയിലെത്തിയാലോ? മഹ്ശറയിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമോ? പ്രവാചകന് കഴിയില്ല എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. പ്രവാചകൻ പറയാണ്, നിങ്ങളിൽ ആരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സഹാബത്ത് ചോദിക്കണം, വലാ അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളും പ്രവേശിക്കില്ലേ? പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? ഞാൻ പ്രവേശിക്കും, കാരണം ഞാനാരാ? അള്ളാൻ്റെ ദൂതനല്ലേ, ഞാൻ പ്രവേശിക്കാതെ പിന്നെ ആരാ പ്രവേശിക്കുക എന്നല്ല പറഞ്ഞത്. വല അന, ഞാനും പ്രവേശിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ കാരുണ്യം എന്നിൽ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ മഹ്ശറയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള വിചാരണയിൽ, റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിൽ നമുക്ക് വിജയിക്കണോ? നമ്മുടെ ഹൃദയം ശാന്തിയടയണം. നമ്മുടെ ഹൃദയത്തിന് നിർഭയത്വം ലഭിക്കണം. ആ നിർഭയത്വം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹ് പറയാണ്, സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ആ ഒരു ദിവസം അല്ലാഹുവിൻ്റെ അടുക്കൽ അവൻ സലീമായ ഹൃദയത്തോടുകൂടി വന്നവന് മാത്രമേ വിജയമുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിർഭയത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വമ്പിച്ച അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ
നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം ആ ആസ്വാദനത്തെ നിലനിർത്തണമെങ്കിൽ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളെയാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്. അതിലൊന്നാമത് തൗഹീദാണ്. നമ്മുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാകരുത്, വിശ്വാസത്തിൽ പുഴുക്കുത്തുണ്ടാകരുത്. വിശ്വാസത്തെ ക്ലിയർ ആക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത്. ഒരു നിലയ്ക്കും അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, നേർച്ചകൾ സമർപ്പിക്കാൻ പാടില്ല, വഴിപാടുകൾ നടത്താൻ പാടില്ല, ഒരു നിലയ്ക്കും ഏലസോ ഉറുക്കോ കെട്ടാൻ പാടില്ല, ഒരു കബറാളികളോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു നബിമാരോടും ഒരു അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ തനതായ തൗഹീദിന്റെ ആദർശം ഏറ്റുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തത് നന്മകളിൽ വർത്തിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക. അതുപോലെ തന്നെ പരസ്പരം രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, പരസ്പരം സ്നേഹബന്ധങ്ങൾ കൈമാറുക. അതുപോലെ തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവാചകന്റെ സ്വഭാവത്തിനെ കുറിച്ച് ചോദിച്ചു വന്ന സ്വഹാബികളോട് എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ വിജയിച്ചു. ഖുർആനിൻ്റെ അധ്യാപനമായിരിക്കണം നമ്മുടെ ജീവിതം, ഖുർആൻ പറഞ്ഞിടത്തായിരിക്കണം നമ്മുടെ നിലപാടുകൾ, ഖുർആൻ പറഞ്ഞതായിരിക്കണം നമ്മുടെ തീരുമാനങ്ങൾ. അങ്ങനെ ആയാൽ ഇൻഷാ അല്ലാഹ് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം ഹൃദയത്തിൽ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് തൗബ ചെയ്ത് ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ ആരോടും ഏഷണിയില്ലാതെ പരദൂഷണം പറയാതെ ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എന്തെന്നറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ മുഖത്തേക്കോ നിങ്ങളുടെ മുഖത്തേക്കോ നിങ്ങൾ ധരിച്ച ഡ്രസ്സിലേക്കോ ഞാൻ ധരിച്ച ഡ്രസ്സിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറുല്ലാഹു ഖുലൂബിക്കും, നിങ്ങളുടെ ഖുലൂബിലേക്കും ഹൃദയങ്ങളിലേക്കും വഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നതെന്നാണ്. ഹൃദയം മുഴുവൻ മാലിന്യവും പുറമെ നല്ല ഡ്രസ്സും നല്ല താടിയും നല്ല തൊപ്പിയും ഒക്കെ വെച്ച് നല്ല പ്രസംഗിക്കാനും കഴിയുന്ന ആളായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കണമെന്നൊന്നുമില്ല. അല്ലാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഹൃദയം നന്നാകണം, ഹൃദയം പരിശുദ്ധമാകണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമാധാനമടഞ്ഞ ശുദ്ധി കൈവരിച്ച ഹൃദയവുമായി കൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ പോയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, പരലോകത്ത് നിർഭയത്വം ലഭിക്കുകയുള്ളൂ. അങ്ങനെ നിർഭയത്വം ലഭിച്ചാലോ സ്വർഗത്തിൽ പ്രവേശിച്ചു, പ്രവിശാലമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പറഞ്ഞതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് കഴിഞ്ഞതോടുകൂടി എല്ലാം മറന്ന് പിന്നെ പഴയ ജീവിതത്തിലേക്ക് പോകുന്നതിനപ്പുറം കേട്ടത് കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. ഇവിടെ നിറങ്ങുന്നതോടുകൂടി പഴയ ജീവിതമാണെങ്കിൽ ഈ ഇരുന്നത് വേസ്റ്റാണ്, ഈ കേട്ടത് വേസ്റ്റാണ്, നിങ്ങൾ ചിലവഴിച്ച സമയം വേസ്റ്റാണ്, നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങളുടെ ശ്രദ്ധകൾ വേസ്റ്റാണ്. അതുകൊണ്ട് ഈ കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക, അതിന് കഠിനാധ്വാനം ചെയ്യുക. ഏത് പ്രതിസന്ധിയിലും എൻ്റെ ദീനിനെ ഒരല്പം പോലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി ദീനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുകയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ് നൽകി ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം പുറത്തു നൽകി മറച്ചുവെച്ച് അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.